നമുക്ക് ഉറപ്പിച്ച് പറയാൻ തൃണമൂലും PV അൻവറും UDF-നൊപ്പമായിരിക്കും ഇത്തവണ. തീർച്ചയായിട്ടും അതിന് തർക്കമൊന്നുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ PV അൻവർ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഇത്തവണ UDF-നൊപ്പമാണ്. തീർച്ചയായിട്ടും അതിന്റെ ഔദ്യോഗിക ചർച്ചകൾ കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പ്രാദേശിക തലത്തിലും ഒക്കെ അതുമായി ബന്ധപ്പെട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും നീക്കുപോക്കുകളുണ്ട്. പ്രാദേശികമായിട്ടുള്ള UDF ലീഡർഷിപ്പുമായി നമ്മളുടെ പ്രവർത്തകർ നേതാക്കളും സംസാരിക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം അങ്ങനെ വരുമ്പം ഈ നിലമ്പൂരൊക്കെ UDF-ലേക്ക് വരുമോ? പ്രത്യേകിച്ച് നിലമ്പൂർ നഗരസഭ, നിലമ്പൂർ മേഖലയിലുള്ള മറ്റു പഞ്ചായത്തുകൾ, വഴിക്കട ഉൾപ്പെടെ കൃത്യമായൊരു ധാരണയിലേക്ക് വരികയും ഇപ്പോൾ UDF-ൽ പ്രധാന കക്ഷികൾ എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗുമാണല്ലോ. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അഭിപ്രായമുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനും സാധിച്ചാൽ 100% സാധ്യമാവില്ല. നമുക്കറിയാം, പ്രാദേശിക തെരഞ്ഞെടുപ്പാണ്. ഒരു 90-95% UDF-ന് നല്ല സ്ഥാനാർത്ഥികളെ ഐക്യത്തോടു കൂടി നിർത്താൻ സാധിച്ചാൽ എനിക്ക് കൃത്യമായി പറയാൻ കഴിയും, നിലമ്പൂർ, ഏറനാട്, വണ്ടൂർ, മഞ്ചേരി, മലപ്പുറം പൂർണ്ണമായിട്ടും LDF മുക്ത പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളായി മാറും. നിലമ്പൂരൊക്കെ പരിപൂർണമായിട്ടും ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസിൽ തന്നെ അതേ സ്ഥിതി നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന മണ്ഡലങ്ങളാണ് വണ്ടൂരും ഏറനാടും മഞ്ചേരിയും മലപ്പുറമൊക്കെ. ആ ഒരു രീതിയിലുള്ള ഒരു ഐക്യം മൊത്തത്തിൽ സംസ്ഥാനത്തുണ്ടായാൽ വലിയ മെജോറിറ്റിയിൽ UDF അധികാരത്തിൽ വരും. LDF-ന് ഒരിക്കലും UDF-നെ പരാജയപ്പെടുത്താൻ ഈ ത്രിതല തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല. LDF-ന് ഒരു നിലക്കും UDF-നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. UDF-ന്റെ അകത്ത് ഉള്ളവർ UDF-നെ പരാജയപ്പെടുത്താതിരുന്നാൽ UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാവും. ജനം ഈ ഗവൺമെൻറ്റിനെതിരാണ്, പല പല കാരണങ്ങൾ കൊണ്ടൊന്നും വിശദീകരിക്കുന്നില്ല. പ്രത്യേകിച്ച് ഹൈന്ദവ സമുദായം അതിശക്തമായിട്ട് ഈ അമ്പലക്കൊള്ളക്കെതിരെ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ശബരിമല മാത്രമല്ല, കേരളത്തിലെ ഒട്ടുമിക്ക സർക്കാരിൻ്റെ കീഴിലുള്ള, ദേവസ്വത്തിൻ്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളുടെയും ഏറെക്കുറെ സ്ഥിതി ഇത് തന്നെയാണ്. അത് ആ സമുദായം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം വിശ്വാസ സമൂഹമല്ലാത്തത് വിശ്വാസികളുടെ കേന്ദ്രങ്ങളാണല്ലോ അമ്പലമായാലും പള്ളിയായാലും ചർച്ചൊക്കെ. ആ ഭൗതികമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് അത് മാനസികമായിട്ട് എന്താ പറയുക, ഒരു ദൈവികതയിലേക്ക് ആ വിശ്വാസവും ആ ചിന്തകളുമുള്ള ആളുകൾ ഇത് കൈകാര്യം ചെയ്യുമ്പോഴേ അത് വൃത്തിയും വെടിപ്പും സത്യസന്ധമായും കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഉൾക്കൊള്ളുകൊണ്ട് മതനിരാസം ജീവിതത്തിൻ്റെ ഒരു പ്രധാന വിഷയമായി ഏറ്റെടുക്കുന്ന ആളുകളുടെ കയ്യിൽ ഈ പറയുന്ന ദേവസ്വങ്ങളും അതുപോലെ തന്നെ വഖഫും ഒക്കെ ഏൽപ്പിച്ചാൽ ഇതിലും വലിയ ദുരന്തം ഉണ്ടാവും. അതിലിപ്പോൾ ഏറ്റവും വലിയ ദുരന്തം ഉണ്ടായത് ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ച് അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശബരിമല ഉൾപ്പെടെയുള്ള ഈ പ്രധാന പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലാണ്. അത് വിശ്വാസികളായ ഹൈന്ദവ സമുദായം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയും. അത് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൊള്ളക്കെതിരെയുള്ള വിശ്വാസക്കൊള്ള, അമ്പലക്കൊള്ള, അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ പണ്ട് നമ്മളെ കാരണന്മാരൊക്കെ ഒരു ഉദാഹരണമായി പറയാറുണ്ട്. യഥാർത്ഥ അമ്പലം വിഴുങ്ങികളായിട്ട് CPM ലീഡർഷിപ്പ് മാറി എന്നത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിനെതിരെ ആ സമുദായത്തിൽ നിന്നുള്ള വലിയ ഒരു പ്രതികരണം ഉണ്ടാവും. പിന്നെ വെള്ളാപ്പള്ളിയെപ്പോലെയുള്ള ഏറ്റവും വിഷവിത്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് ജാതീയമായും മതപരമായിട്ടുമുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വർഗീയ മുതലെടുക്കാൻ ശ്രമിക്കുന്ന പിണറായിയുടെ ആ നയമുണ്ടല്ലോ, വെള്ളാപ്പള്ളി പിണറായി നയം, അതിനെ ഇവിടുത്തെ മറ്റുള്ള ന്യൂനപക്ഷ സമുദായങ്ങളും യഥാർത്ഥ സഖാക്കൾ, അവർ നല്ലവരാണ്, അവരും അതിനെതിരെ പ്രതികരിക്കും. ഇതെല്ലാ ഇമ്പാക്റ്റും കൂടി വരാൻ പോകുന്നത് ഈ റിസൾട്ടിലേക്കാണ്. ആ റിസൾട്ട് തീർച്ചയായിട്ടും UDF-ന് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ തൃണമൂലും PV അൻവറും UDF-നൊപ്പമായിരിക്കും ഇത്തവണ. തീർച്ചയായിട്ടും അതിന് തർക്കമൊന്നുമില്ല. നമ്മൾ ഈ സ്ഥാനാർത്ഥികളെ പലയിടങ്ങളിലും പ്രഖ്യാപിച്ചു പോയല്ലോ, അതുമായി ബന്ധപ്പെട്ട് വിട്ടുവീഴ്ചകളൊക്കെ തയ്യാറാണ്? അല്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ ഭൂരിപക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാൻ മനസ്സിലാവും. അവിടെ ഒരു കാരണവശാലും UDF-ന് ജയിക്കാൻ കഴിയാത്ത ഇടതുപക്ഷത്തിന് പ്രാമുഖ്യമുള്ള വാർഡുകളിലാണ് നമ്മൾ ആളുകൾ നിന്നിട്ടുള്ളത്. അവിടെ ഇടതുപക്ഷത്തിനെ പരാജയപ്പെടുത്തുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായേക്കാം, അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന വിഷയങ്ങളേ ഉള്ളൂ. UDF-ന്റെ പ്രചരണ രംഗത്തും ഉണ്ടാവും PV അൻവർ.
തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതന്നെ ഒരു പ്രചരണമാണല്ലോ. നമ്മളൊരു ജാഥ നടത്തിയിട്ട് അതിൽ പ്രസംഗിക്കുക അല്ലെങ്കിൽ ജാഥയിൽ പങ്കെടുക്കുക, അത് മാത്രമല്ലല്ലോ പ്രചരണം എന്ന് പറയുന്നത്. ഇന്ന് ഈ സോഷ്യൽ മീഡിയ സംവിധാനം ഉള്ളതോട് കൂടിയിട്ട് ഈ പ്രകടനത്തിനും പൊതുയോഗത്തിനേക്കാളുമുള്ള പ്രാമുഖ്യം ഈ സോഷ്യൽ മീഡിയാസിനാണ്. അത് ആൾറെഡി ഇപ്പം നമ്മൾ അന്ന് മുതലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു ആന്റി പിണറായിസം, ഈ ഗവൺമെന്റിന്റെ വഴിവിട്ട പോക്ക്, ഗവൺമെന്റ് തൊഴിലാളി വർഗത്തെ പരിപൂർണമായും വഞ്ചിച്ചുകൊണ്ടുള്ള മുതലാളിത്തത്തോടുള്ള പോക്ക്, ഈ പറയുന്ന മതനിരപേക്ഷത കൈവിട്ടുകൊണ്ടുള്ള ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ഒട്ടിച്ചേർന്നുകൊണ്ടുള്ള പോക്ക്, ഇതൊക്കെയാണുള്ള വിഷയങ്ങൾ. പോലീസിലെയും ഉദ്യോഗസ്ഥ തലത്തിലെയുള്ള വർഗീയവൽക്കരണം, ഇതൊക്കെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ശരിയാന്ന് വരിക. ഇപ്പോൾ SI ശ്രീജിത്ത് ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വരികയാണ്. ഇതൊക്കെ ജനം കാണാണ്. ഇതെല്ലാം ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞും പിന്നീട് പറഞ്ഞു വരുന്നതാണ്. മാമിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. റിദാൻ ബാസിലിനെ കൊന്നവരെ ഇതുവരെ പിടിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം ഇതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അത് ആവർത്തിക്കപ്പെടുന്നത് മാത്രമല്ല. അതുകൊണ്ട് ആ പ്രചരണം ശക്തമായി എന്നാൽ കഴിയുന്ന വിധമുള്ള, അത് ജില്ലയ്ക്കകത്തും പുറത്തും പ്രചരണം തീർച്ചയായിട്ടും. ഏതായാലും അത് തന്നെയാണ് PV അൻവർ പറയുന്നത്. ഇത്തവണ UDF-നൊപ്പം ഉണ്ടാകും. ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് UDF-ന് വലിയ നേട്ടമുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലകളിലൊക്കെ വലിയ ഭൂരിപക്ഷം UDF-ന് ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയാണ്. അനുരൂപ് ചീക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.